ഈ കിടന്ന് പിടയ്ക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം? ഇല്ലെങ്കിൽ ഈ വീഡിയോ ഫുള്ളൊന്ന് കണ്ടു നോക്കാം. രാവിലെ കോവളം ബീച്ചിൽ നിന്നുള്ള കാഴ്ചകളാണ്. ഇതാണ് നമ്മുടെ കോവളം ബീച്ച്. വളരെ ശാന്തമായിട്ട് കിടക്കും. ഈ കാണുന്നിടത്താണ് നമ്മൾ താമസിക്കുന്നത്, സീറോ കേസ്. ഇവിടെ ബീച്ചിൽ പാറക്കെട്ടിൽ രാവിലെ ആൾക്കാർ വന്ന് ചൂണ്ടയിടുന്നതാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ബീച്ചാണ്. വെള്ളമൊക്കെ നല്ല കണ്ണാടി പോലത്തെ തിളങ്ങി നിൽക്കുകയാണ്. തിരമാലയൊക്കെ നല്ല ശാന്തമായിട്ടിങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ആയതുകൊണ്ട് ആൾക്കാരുടെ തിരക്കൊന്നുമില്ല. ഇവിടെ വന്ന് തിരമാലയൊക്കെ കണ്ട് ബീച്ചിൽ കൂടെ നടക്കാനൊക്കെ നല്ല രസമാണ്. കുറച്ചങ്ങോട്ട് മാറി ഒരു പാറക്കൂട്ടമുണ്ട്. പാറക്കൂട്ടത്തിലോട്ട് കയറി പോകാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അതുവഴി കയറി ചെന്ന് നമുക്ക് പാറയുടെ മുകളിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ. രാവിലെ ആകുമ്പോഴത്തേക്കും വലിയ ചൂടുമില്ല, നല്ല കടൽക്കാറ്റുമൊക്കെ കൊണ്ട് ഇങ്ങനെ കടലിൻ്റെ തിരമാലയൊക്കെ അടിക്കുന്ന കണ്ട് നിൽക്കാൻ നല്ല രസമാണ്. ഇവിടെ ഇരുന്ന് കാറ്റ് കൊണ്ടുകൊണ്ടിരുന്നാൽ എത്ര നേരം വേണേലും ഇരിക്കാൻ പറ്റും. നല്ല കടൽക്കാറ്റാണ്. ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. കടലിൻ്റെ ചുറ്റുപാടും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഴിഞ്ഞം ലൈറ്റ് ഹൗസ് അവിടെ നിന്നാൽ കാണാം. കോവളം ഹൗവ ബീച്ചും അതിൻ്റെ ചുറ്റുപാടും ഒക്കെ കാണാം. അവിടെ നിന്ന് താഴെ ഇറങ്ങി വന്നപ്പോഴാണ് മീൻ പിടിക്കാൻ പോകുന്നവർ വലയുമായിട്ട് വന്നിട്ടുണ്ട്. അവർ വല വലിച്ചു കയറ്റാനുള്ള ശ്രമത്തിലാണ്. രാവിലെ 4 മണിക്ക് പോയതാണ്. അവരുടെ വലയുടെ ഒരു സൈഡ് ഇവിടെ എത്തിയിട്ടുണ്ട്, മറ്റേ അറ്റം അങ്ങ് ദൂരെയുണ്ട്. ആ വള്ളക്കാർ വരുന്നത് ഈ വലയുടെ അങ്ങേയറ്റം അപ്പുറേ സൈഡിൽ എത്തിച്ചിട്ട് തിരിച്ചു വരുന്നതാണ്. അവരുടെ ദൗത്യം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ വള്ളം വലിച്ച് കരയ്ക്ക് കയറ്റണം. തിരമാലകളുടെ ഇടയിൽ കൂടി ഈ വള്ളം കരയ്ക്കോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടുപെട്ടുള്ള പരിപാടിയാണ്. വളരെ സാഹസികമായിട്ടാണ് അവർ വള്ളം അടിപ്പിക്കുന്നത്. തിരമാല കണ്ടോ അതിൻ്റെ പുറകെ ഇങ്ങ് വരുന്നത്. ആ തിരമാലക്കനുസരിച്ച് അവർ ഒരു വിധത്തിൽ വള്ളം കൊണ്ട് കരയ്ക്ക് വെച്ചു. ഇനി എല്ലാവരും കൂടെ വലിച്ച് കയറ്റണം. ഞങ്ങളവിടെ നോക്കി നിൽക്കുന്നത് കണ്ട് അവർ ഞങ്ങളോട് സഹായം ചോദിച്ചു. വാ ഒന്ന് പിടിക്കാൻ പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പിടി തുടങ്ങി. അങ്ങനെ ഏലസയ വെച്ച് വലിച്ച് വള്ളം മേലോട്ട് കയറ്റി വെക്കുകയാണ്. ഒരു വിധത്തിൽ ഇത്രയും വലിച്ചു കയറ്റി. ഇനിയിപ്പോൾ വല വലിക്കുന്നവരുടെ കൂടെ കൂടാമെന്ന് വിചാരിച്ചു. അങ്ങനെ വല വലിക്കുന്നവരെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. വല ഇങ്ങനെ 2 സൈഡിൽ അകന്നിരിക്കുകയാണ്. അത് അടുപ്പിച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിൽക്കുന്നവർക്കൊക്കെ ആവേശം കൂടി തുടങ്ങി. എല്ലാവരും ഇതിൻ്റെ കൂടെ കൂടാൻ തുടങ്ങി. അങ്ങനെ അവർക്കും ഒരു ഹെൽപ്പായി, അതുപോലെ നമുക്കൊരാവേശവുമായി. കിലോമീറ്ററുകൾ ദൂരെ പോയാണ് ഇവർ വലയിടുന്നത്. അതിൻ്റെ ഓരോ സെക്ഷൻ വലിച്ചു കയറ്റി ചുരുട്ടി അടുക്കി വെക്കുകയാണ്. കൂടാതെ ആ ഫ്രണ്ടിൽ നിൽക്കുന്ന മനുഷ്യനെ കണ്ടോ, രാവിലെ മുതൽ വെള്ളത്തിലാണ്. ആ വെള്ളത്തിൽ കിടന്ന് വലയുടെ അറ്റത്ത് കിടന്ന് മീനെയെല്ലാം ഓടിച്ച് അതിൻ്റെ അങ്ങേ അറ്റത്തുള്ള ഒരു സഞ്ചിയുണ്ട്. ആ സഞ്ചിയിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള സെക്ഷനാണിപ്പോൾ. അടുക്കും തോറും ഇവർ വെള്ളത്തിലിറങ്ങി അതിനെയെല്ലാം ഓടിച്ച് അതിൻ്റെ ആ ലാസ്റ്റ് കോർണറിലോട്ട് കൊണ്ടുവരും. അവിടെ ഒരു സഞ്ചിയുണ്ട്. ആ സഞ്ചിക്കകത്ത് ഇത് കയറും. ഈ കിടക്കുന്ന മനുഷ്യനാണ് രാവിലെ തൊട്ട് അവിടെ ആ മൂലയ്ക്ക് കിടക്കുകയാണ്. പല ടൈപ്പിലെ കണ്ണി വലിയ വലകൾ, കണ്ണി ചെറിയ വലകൾ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നല്ല വലിയ കരിങ്കല്ലൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട് ഇതിന് വെയിറ്റ് കിട്ടാൻ വേണ്ടി. ഇതൊക്കെയാണ് വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. കണക്കിന് ഭാരമാണ് ഈ വലയുള്ളത്. ഇതാണ് വലിച്ച് കയറ്റുന്നത്. ഇവരുടെ ഒരു ദിവസത്തെ കഷ്ടപ്പാടാണ് ഈ വരാൻ പോകുന്നത്. എന്തുമാത്രം കഷ്ടപ്പെട്ടാലാണ് കുറച്ച് മീൻ കിട്ടുന്നത്. ചില ദിവസം ഒന്നും കിട്ടിയില്ല എന്നും വരാം. അതുകൊണ്ട് നമ്മൾ വളരെ ജിജ്ഞാസയോടെയാണ് നോക്കി നിൽക്കുന്നത്. വലയുടെ ചെറിയ ഭാഗങ്ങളിൽ കൂടെയൊക്കെ ചെറിയ മീനുകളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. കാക്കകൾക്കൊക്കെ കുറച്ച് മീനുകളൊക്കെ കിട്ടുന്നുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. നമ്മൾ വല കാണാൻ നോക്കിയിരിക്കുകയാണ്. നല്ല പെടപെടയ്ക്കുന്ന മീനാണ്. വല നിറച്ച് മീനുണ്ട്. മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വലയിൽ നിന്ന് മീനെ എടുക്കാൻ പോവാണ്. ഇനി വല പതുക്കെ മെടഞ്ഞ് ഈ മീനെ എല്ലാം പുറത്തെടുക്കണം. അത് കാണാൻ വേണ്ടി ആവേശത്തോടെ നോക്കി നിൽക്കണം. ചുറ്റും ആൾക്കാരങ്ങ് കൂടി. അപ്പോൾ ഏതൊക്കെ മീനാണ് ഇനി വലയിലുണ്ടെന്നാണ് നമുക്ക് അറിയേണ്ടത്. വലയുടെ പല ലെയറുകൾ മാറ്റി അകത്തെ സഞ്ചിയുടെ അകം തുറക്കാൻ പോവുകയാണ്.
അവിടെയാണ് മീനെല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പം അത് നമുക്ക് കാണാം. വളരെ ആവേശത്തോടെയാണ് ഈ മീൻ വല തുറക്കുന്നത്. ഇഷ്ടം പോലെ മീനുണ്ട്. മത്തി, നല്ല പിടയ്ക്കുന്ന മത്തി, അതുപോലെ ചൂട, വട്ടമീന്, അയിലക്കുഞ്ഞുങ്ങൾ, അങ്ങനെ മിക്സഡായിട്ട് ധാരാളം മീൻ കിട്ടി. ആൾക്കാർ കൊട്ട നിറയെ വാരിയെടുത്ത് ലേലത്തിനായി കൊണ്ടുപോവുകയാണ്. ചുറ്റും നിൽക്കുന്ന ആൾക്കാരും കുറച്ചൊക്കെ മേടിക്കുന്നുണ്ട്. അവർക്കുമൊക്കെ കീസിൻ്റെ അകത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.